അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്, ചിരിക്കരുതേ. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പോകുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തില് ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പൊ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഇപ്പൊ എന്താ പറഞ്ഞ? ലോകത്തില് ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പൊ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ ഒരു പോയിന്റിന് ഒരു മറുപടി ഉണ്ട്. ലോകത്തില് നീ മാത്രമാണ് അത് ചെയ്തത്, തെറ്റല്ല എന്ന് പറഞ്ഞൊരു ലേഡി. വേറെ ആരും ഇതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ട് അല്ലെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കുന്നതാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന, പക്ഷെ ആദ്യവും അവസാനവും നീയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതല്ലേ എന്ന്. സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചു കീറി വെച്ചിട്ടുണ്ട് നീ ആ വിഷയത്തില്. നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ പിന്നെ? ഈ കേട്ട് ഞാൻ മടുത്തു. ഇല്ല, അതൊരു വലിയ പോയിന്റ് ആണ്. നീ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാൺ മാകുന്നില്ലേ? ഒരു സത്യം മാത്രം. നിനക്ക് ആ നാൺ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. എല്ലാവർക്കും നാൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിനക്ക് നാൺ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സർ. നിനക്ക് നാൺ മാകുന്നില്ലേ ഇങ്ങനെ കിടന്നോണ്ട്? നാൺ മാകുന്നില്ലേ എന്ന് ചോദിക്കാനായിട്ട്. ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുപോകാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം. അതെന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? ഇപ്പോ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്, നിനക്ക് തന്നെ ആളെ അറിയാൻ വയ്യ ആണല്ലോ, അതുകൊണ്ടല്ലേ നീ അത് ആളെ വയ്ക്കാത്തത്. അല്ലെങ്കിൽ എന്തായിരിക്കും, നിന്നെ ആൾ ഉപയോഗിച്ചിട്ട് കൊച്ചിനെ തന്നിട്ട് മുങ്ങി കാണും. അതുകൊണ്ടായിരിക്കും നിനക്കിപ്പോ ആളെ കിട്ടാത്തത്. അബദ്ധം പറ്റിയതല്ല, എന്ത് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? അത് ഞങ്ങൾ കൊണ്ടുവയ്ക്കണോന്ന് പറയണ എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോ ഈ ഒരു അലിഗേഷൻ നമ്മളാരും ഉണ്ടാക്കിയെടുത്തതല്ല. നിന്റെ കൂടെ നടന്ന നിന്റെ ഒരു കൂട്ടുകാരി പെങ്കൊച്ച് നമ്മളടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ ഒരു കാര്യം അവൾ പറയുമ്പോ അവളടുത്തല്ലേ നീ ചോദിക്കേണ്ടത്, ആളാരടി? അത് ശരി, അത് ശരിയാണല്ലേ. എന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ പറയടി എന്ന് അവളോടല്ലേ നീ ചോദിക്കേണ്ടത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞങ്ങൾ എന്തിനാ കൂടെ തരുന്നേ? എല്ലാരും വിളിച്ചു. അപ്പൊ ദിവ്യഗർഭമല്ല, ഒരുത്തൻ അവിടെ ഉണ്ട്. ഇത് ആള് നിനക്ക് മറന്നുപോയതാണോ അതോ ഓൻ പ്രോഗ്രാം തന്നിട്ട് മുങ്ങിയതാണോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അതോ ഇനി പട്ടിയോ പൂച്ചയോ വല്ല എലിയോ വല്ലതും കേറി അടഞ്ഞതാണോ? എന്തായിരുന്നു എന്നുള്ളത് നീയല്ലേ പറയണ്ടോ, ഞങ്ങളാണോ? ഇവിടുത്തെ പണി പോയി. ഹനാൻ എന്താണ് തിരിഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നുള്ള ഒരു തെളിവ് പറഞ്ഞുതരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കൂടെ നിൽക്കുന്നവരെ കുതികാല് വെട്ടുന്ന ഒരു പരിപാടി നിനക്കുണ്ടായിരുന്നു. അതെന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നിന്റെ കൂടെ നിന്ന് നിന്റെ എല്ലാ കള്ളത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ നീ ഒരുമാതിരിയല്ല ഒരുപാട് മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ അങ്ങനെ വായി തുറക്കേണ്ടി വന്നത്. മാത്രവുമല്ല, പണ്ട് അരനാഴി അരിക്ക് വേണ്ടി പിച്ച നടന്നിരുന്ന നീ, അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അത്യാവശ്യം നിനക്ക് പൈസയും മുതലും ഒക്കെ കിട്ടിയപ്പോ നീ നാട്ടുകാരെ മുഴുക്ക അവരാധിക്കുന്നതോടൊപ്പം ഈ കൂടെ നിൽക്കുന്നവരെ അവരാധിക്കാൻ തുടങ്ങി. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. അങ്ങനെയാണ് അവരൊക്കെ തിരിഞ്ഞത്. ഇപ്പം നിനക്ക് വേണ്ടി വസ്തു തന്ന ആ മനുഷ്യൻ നിനക്കെതിരെ തിരിഞ്ഞെങ്കിൽ അയാള് ഇത്രയും വലിയൊരു ഒരു നല്ല എമൗണ്ട് ഉണ്ടല്ലോ. പറയും
എന്തായാലും 1 ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ സെന്റിന് 7 ലക്ഷം രൂപയായില്ലേ മൊത്തം 7.5 സെന്റ് ഉണ്ടല്ലോ. അപ്പൊ 7 ലക്ഷം രൂപ നിനക്ക് ചുമ്മാ തന്ന ഒരു 7 ലക്ഷം രൂപ വ്യക്തി പെട്ടെന്ന് കൊണ്ട് തിരിയണമെങ്കിൽ അദ്ദേഹത്തിന് അത്രത്തോളം വേദന ഉണ്ടാവത്തില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. 25 ലക്ഷം രൂപ പോട്ടെ, നിന്റെ വാക്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ വീടേ ഉള്ളൂ, സമ്മതിച്ചു, കുഞ്ഞു വീടാണല്ലോ, ഒരെണ്ണം വെച്ച് നോക്കുമ്പോഴേ അറിയൂ. വെറുതെ 10 ലക്ഷം രൂപ ഫണ്ട് ക്രമീകരിച്ച് കൊണ്ടുവന്ന് അത് വെച്ച് വീട് വെച്ച് തന്ന ഫിറോസ് നിനക്കെതിരെ തിരിഞ്ഞു. പിന്നെ നിമിഷ ബിജു നിന്റെ വലം കൈയായിരുന്നു, അവള് തിരിഞ്ഞു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ എന്ന് വേണ്ട, നിന്റെ കൂടെ ഉണ്ടായിരുന്ന സർവത്ര പേര് നിനക്ക് എഗൻസ്റ്റ് ആയി. ലക്ഷ്മി നക്ഷത്രം ആ ഏരിയയിലേ തിരിഞ്ഞു നോക്കാറില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പലർക്കും മനസ്സിലായി നീ ബോഡി പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്, നിന്റെ ഒരു പ്രത്യേകതരം ബോഡി പൊളിറ്റിക്സ് ആണ്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ അത് വെച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ജോലി ചെയ്ത് ജീവിക്കില്ല, നീ ഉറച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഗർഭം സുധിച്ചേട്ടൻ വേറൊരു വോയിസ് സുധിച്ചേട്ടനുള്ളപ്പോ ഞാൻ ആരാന്റെ ഗർഭം ധരിച്ചു. ഒരിക്കലുമല്ല, ഹനാൻ പറഞ്ഞത് അങ്ങനെയല്ല. കണ്ടു കാണുമെന്തോ ശിവനെ. ശേഷമുള്ള മാസങ്ങളിലാണ് നിനക്ക് ആ ഗർഭം ഉണ്ടായെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഉടനെ നിനക്ക് ഗർഭമുണ്ടായി എന്നറിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്തതെന്നാണ് ആ കൊച്ചു പറഞ്ഞത്. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ? നിനക്കൊക്കെ നാണമാകുന്നില്ല? ഇതും കൂടി കൂട്ടി 28,315 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. ഇതൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചെറ്റനാണല്ലോ നീയൊക്കെ. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. നാണോ മാനോ ഇല്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമല്ലോ. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറഞ്ഞില്ലേ, ചെറുക്കനെ കൊണ്ടുവരട്ടെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അത് പോയിന്റ്. ഇത് ഹനാന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുക, ഹനാനോട് നിർബന്ധിക്കുക, ആ കുട്ടീനെ കൊണ്ടുവരാൻ പറയുക. 22 വയസ്സുള്ള ചെറുക്കനാണ് നിന്നെ കയറിയതെന്ന് അവള് കണ്ടെന്നെങ്കിൽ അവള് കൊണ്ടുവരട്ടെ. 100% ഞാൻ യോജിക്കുന്നു. അത് കറക്റ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അബോർഷൻ ചെയ്തിട്ടുണ്ട് എന്ന് നീ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നീ സമ്മതിച്ച ഒരു കാര്യമാണ്. നീ പിഴച്ചുണ്ടായതോ നീ അവന്റെ കൂടെ ഉണ്ടായതോ ആരുടെ കൂടെ ഉണ്ടായതായാലും ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ളവളാണ് നീ. ഒരു പെശക ലുക്കുള്ള പെമ്പർനോത്തി. അതിന് മെഡിക്കൽ ടേംസ് കൃത്യമായി നീ ബോധ്യപ്പെടുത്തണം. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ ആ മെഡിക്കൽ ടേംസ് കൊണ്ടുവരണം. നീയാണ് കൊണ്ടുവരുന്നത്, ഞങ്ങളല്ല. ഞങ്ങളുടെ ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. നീ ഏത് ഹോസ്പിറ്റലിൽ പോയി, നീ അത് ഏതെങ്കിലും വയറ്റാട്ടിയെ കൊണ്ട് വലിച്ചൂരി കളയിച്ച എന്നുള്ളതൊക്കെ നിനക്കേ അറിയുള്ളൂ. അപ്പൊ നീയാണ് ആ തെളിവ് കൊണ്ടുവയ്ക്കേണ്ടത്. എന്താ ഉറക്കം വരുന്നു? ഞാൻ എങ്ങനെയാണ് ഇത് വലിച്ചൂരി കളഞ്ഞത്, ഇത് എങ്ങനെ അതിനകത്തേക്ക് ഞാൻ കുത്തിക്കയറ്റി, ഇതും പറയാം. ഇത് രണ്ടും നീയാ പറയേണ്ടത്. നീ പ്രൈവറ്റ് ആയിട്ട് എവിടെയൊക്കെ ഇപ്പൊ എത്രയോ ഫ്ലാറ്റിലൊക്കെ നീ പോയി താമസിച്ചെന്ന് പറയുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങൾ. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്ക് ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിലുള്ള അങ്ങോട്ട് വരാൻ പറയാം, അപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞു അവിടെ എങ്ങനെ വെച്ച് ദിവ്യഗർഭം ഉണ്ടായതായിരിക്കാം, നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. കയ്യിന്ന് പോയടാ ചാർലി. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞ CC ക്യാമറ കണ്ടത്. കണ്ടെങ്കിൽ കൊണ്ട് വരട്ടേന്ന് ആണിനെ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായി? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ.
നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോയി ഉത്തരവാദികളെ, ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ. ആരാണ് ചോദിച്ചത്? അത് വലിയൊരു പോയിന്റാണ്. അത് കൃത്യമായ ഒരു പോയിന്റാണ് നീ ഇപ്പൊ പറഞ്ഞ ഉത്തരവാദികളെ. ഇവിടെയാണ് നമ്മുടെയും പ്രശ്നം. ഇതാണ് നിന്റെയും പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു ഉത്തരവാദി ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവള് തന്നെ പറയുന്നു ഉത്തരവാദികളെ എന്ന് വെച്ചാൽ പ്ലെന്റി പീപ്പിൾസ് ആർ ദെയർ എന്ന് അവള് തന്നെയാണ് പറയണത്. ഞാൻ പറഞ്ഞിട്ട് വരല്ലേ? ഇത്രയും പേഴ്സൺസ് ഉള്ളിടത്ത് അവക്ക് തന്നെ നിശ്ചയില്ല ഇത് ആരാണെന്ന്. അപ്പൊ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, എന്തോ ഒന്ന് എടുപ്പോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.